രമണി മുമ്പ് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിച്ചാട്ടെ. ആത്മാവിനെ അറിയുന്നതല്ലേ നമുക്ക് അതിലേക്കുള്ള അല്ലേ നമ്മൾ പോകുന്നത്? ആത്മാവ് എന്താണെന്ന് അറിയണം. ഉം. അപ്പം ഗുരു പറയുന്നു ആത്മാവ് എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു എനിക്കൊരു സംശയം. അപ്പം ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലെന്ന് ഞാൻ ചോദിച്ചത്. രാജു ഇസ് ഓക്കെ, രാജു ഇസ് ഫൈൻ, ഓക്കെ. അതെ. രാജു ഗുരു. ഇത് നമ്മളൊരു ഉപകരണമാണ്, നമ്മുടെ ശരീരം. നമ്മുടെ ശരീരമല്ല, അതെ, നമ്മുടെ ശരീരം. ആത്മാവിന് അതായത് ചോദ്യം ഇതാണ്. അപ്പോ ആത്മാവ് ചോദ്യം ഇതാരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ ഇപ്പോഴത്തെ ചോദ്യമല്ലത്, ഇപ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ പറ്റിയല്ല ചോദിക്കുന്നത്. ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മരണസമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എവിടെയെങ്കിലും പോകുമോ? ശരീരം ഏതായാലും പോകുന്നതെന്ന് അറിയാം. ശരീരം പോകുന്നു എന്നുള്ളത് അറിയാം. അപ്പം ആത്മാവ് പോകുമോ? ആത്മാവ് പ്രത്യേകിച്ച് രമണി അത് ചോദിക്കാനൊരു കാര്യമുണ്ട്. ചോദിക്കാനായത്, ഞാൻ ആത്മാവെങ്ങും പോകുന്നില്ല എന്നിടയ്ക്ക് പറഞ്ഞു പോയി ഒരു സംസാര ഭാഷയിൽ കൂടി. അപ്പോൾ അത് വളരെ ഇപ്പം രമണിക്ക് തോന്നി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കർമ്മങ്ങളുമൊക്കെ ചെയ്ത ആത്മാവിനെ ഉയർന്ന ലോകങ്ങളിലേക്ക് വിടുക എന്നൊക്കെ കണ്ടിട്ടുമുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ആത്മാവ് പോകുന്നു എന്നുള്ളൊരു ധാരണയിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞപ്പോഴായിരിക്കണം ഈ സംശയം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അല്ലേ രമണി? ആന്നു. ആ, അത് തന്നെ, അത് തന്നെ. അതാണ് സത്യം. വളരെ നല്ല ചോദ്യം തന്നെ. അല്പം മനനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ അറിവ് കിട്ടുകയുള്ളൂ. അല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുക, മനനം ചെയ്യുക, ശ്രവണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആവശ്യം. ഇനിയും ശ്രവണം കുറഞ്ഞു, അതുകൊണ്ടാ. സോറി അതെ, ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇനിയും ഞാൻ പറയാനുള്ളത് കേൾക്കുക എല്ലാവരും. അതായത് മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഒരു ജീവൻ ശരീരമെടുക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഈ ജീവൻ ശരീരമെടുക്കുന്നു? നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം എടുത്തുകൊണ്ട് ഇരിക്കുന്നു, വീണ്ടും വീണ്ടും എടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാണവേ എന്ന് നമ്മൾ ചൊല്ലാറുള്ളത്. ഭാഗവത ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് ധ്യാന ശ്ലോകത്തിലുള്ള ഒരു ഭാഗമാണല്ലോ. അപ്പൊ ജീവൻ ഈ ജനന മരണങ്ങൾക്കൊരു കാരണമുണ്ട്. അതേപ്പറ്റി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ കൂടെയും ആചാര്യ പരമ്പര നമുക്ക് ഉപദേശിച്ചു തരുന്നതിൽ കൂടെ നമ്മൾ പഠിക്കുന്നു, ജീവനെ വീണ്ടും പുനർജന്മം കിട്ടുന്നതിന് ഒരേ ഒരു കാരണമാണ് ജീവന്റെ ഞാൻ, അഹന്തയും മമതയും. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം അല്പമെങ്കിലും കടന്നു കഴിഞ്ഞാൽ ആ ബോധത്തിൽ കൂടി ഇത് സംഭവിക്കുന്നു, നമുക്ക് നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ളൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളോട് താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ശരീരമായിട്ട് ഞാൻ അറിഞ്ഞ് ഞാൻ എൻ്റെ ശരീരമാണ്, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയാണ് ആ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടല്ലോ. ആ ഭാവം എന്തുമാകാം. ഞാൻ അപ്പൂപ്പൻ എന്നാകാം, ഞാൻ അമ്മയെന്നാകാം, ഞാനൊരു സ്ത്രീ എന്നാകാം, പുരുഷൻ എന്നാകാം. ഏതെങ്കിലും രീതിയിലൊരു ഭാവം നമുക്കുണ്ടല്ലോ. ആ ഭാവത്തിൽ കൂടെ ആണല്ലോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ, വാസന, ഇംഗ്ലീഷിൽ ഡിസയർ ഇതൊക്കെ പറയുമല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വാസന നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മൾ വീണ്ടും ജനിക്കും എന്നാണ് ശാസ്ത്രം പറയുക. അപ്പൊ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജനിക്കുന്നത് ഏത് രീതിയിലാകാം. ജനിക്കുന്നത് ഒരു മനുഷ്യരൂപമാകാം, മറ്റ് ഏതെങ്കിലും ജീവൻ ഏതെങ്കിലും ജീവന്റെ രൂപത്തിലുമാകാം. അത് എങ്ങനെ നിശ്ചയിക്കുന്നു? അത് നമ്മുടെ കർമ്മബന്ധം, നമ്മുടെ വാസന ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ജീവനാണ് നമുക്ക് കിട്ടുക. നമ്മൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്നോ നമ്മുടെ ഗുണങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ്. എന്നാലും നമുക്കതിൽ വലിയ ഇന്നത എണ്ണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവാനുഗ്രഹത്തിൽ കിട്ടുന്നു എന്ന് നമ്മൾ പറയും. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഒരു ഫലമാണ്.
അതിന് മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മത്തിന് സാഞ്ചിത കർമ്മമെന്നും പിന്നെ ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രാരബ്ധ കർമ്മമെന്നും ഇനി വരുന്നതിന് ആഗാമി എന്നും പറയാറുണ്ട്. അപ്പോൾ മുൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചും നമ്മുടെ വാസനയ്ക്കനുസരിച്ചും ഉള്ള ഒരു ജന്മമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ജനനമരണങ്ങൾ വീണ്ടും ഉണ്ടാകുക. അപ്പോൾ ഇപ്പൊ ജനന മരണങ്ങളിൽ നിന്ന് മാറാനായിട്ട്, ജനന മരണങ്ങൾ ഇല്ലാതാകാനായിട്ട് എന്താണ് മാർഗം? വാസനയാണ് കാരണം നമ്മുടെ ജന്മത്തിന് ഈ ശരീരം എടുക്കുന്നതിന് കാരണമെങ്കിൽ എവിടെ പോകണം ഈ വാസന കളയാനായിട്ട്? ഞാൻ സ്വർഗലോകത്തിൽ പോയാൽ എൻ്റെ വാസന പോകുമോ? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വൈകുണ്ഠത്തിൽ പോയാൽ എൻ്റെ വാസന പോകുമോ? ഞാൻ ഇവിടുന്ന് വൈകുണ്ഠത്തിൽ പോയിട്ട് എൻ്റെ വാസന കളയാം, അല്ലെങ്കിൽ ഞാൻ ശിവലോകത്ത് പോയിട്ട് കൈലാസത്തിൽ പോയിട്ട് എൻ്റെ വാസന കളയാം എന്ന് വിചാരിച്ച സാധിക്കത്തില്ല. കാരണം വാസന കളഞ്ഞിട്ട് വേണം അവിടെ പോകുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പഠിക്കുന്നത്? വാസന ഉള്ളവർക്ക് അവിടെ പോകാൻ സാധിക്കത്തില്ലല്ലോ. വാസന ഉള്ളവർ ഇല്ലല്ലോ, അല്ലേ? അപ്പൊ വാസന കളയേണ്ടത് മറ്റെങ്ങുമല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നു, ഉപരിലോകത്ത് പോയി കഴിഞ്ഞാൽ അത് സ്വർഗലോകത്തിൽ പോയി നമ്മൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യും. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് പുണ്യം കിട്ടും. ചീത്ത കാര്യം ചെയ്യുമ്പോൾ പാപം കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാപമായിരിക്കും. അപ്പോൾ പുണ്യം കിട്ടിയാൽ നമുക്ക്, പുണ്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ സ്വന്തം താല്പര്യത്തിന്, സ്വന്തം സുഖത്തിന് വേണ്ടി അല്ലാതെ മറ്റുള്ളതിന് വേണ്ടി ചെയ്യുന്നതാണ് പറയേണ്ടത്. ഏത് മറ്റുള്ളതിനുള്ളതെന്ന് പറയുമ്പോൾ അത് ചരാചരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന, മനുഷ്യനുൾപ്പെടെ ചരാചരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഗുണങ്ങൾ ഉണ്ട്, പ്രയോജനമുണ്ട്. വലിയ തൻ്റെ സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൽ കൂടെ നമുക്ക് പുണ്യം ധാരാളം കിട്ടും. അപ്പോൾ അങ്ങനെ പുണ്യം കിട്ടുമ്പോൾ നമ്മൾ ഉപരിലോകത്തിൽ പോകാനായിട്ട് സാധിക്കും. ലോകത്തിൽ കുറെ കൂടെ സുഖമായിട്ട് ദീർഘമായ ഒരു ജീവിതം, സുഖമായ ഒരു ജീവിതം കഴിക്കാമെന്നാണ് പറയുക. നമുക്കതേപ്പറ്റി പറയുന്നതല്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെയാണെങ്കിലും പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനുഭവിച്ചു കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ടിരിക്കുന്ന കാരണം എന്തുകൊണ്ട്? ആ വാസന പിന്നെ ഉണ്ടല്ലോ, വാസന പോയിട്ടില്ലല്ലോ. സദ്വാസനയാണ് അവിടെ, നല്ല വാസനയാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന വാസനയല്ല. സ്വന്തമായിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവർക്ക് വേണ്ട പണം സമ്പാദിച്ച് അത് സാമാന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒരു സത്യസന്ധനായൊക്കെ ജീവിക്കുന്ന ഒരു ജീവനാണെങ്കിൽ പോലും ഉപരിലോകത്ത് പോയിട്ട് സുഖം അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ. അപ്പോ വാസന ആണ് നമ്മുടെ ഈ ജനന മരണങ്ങൾക്ക് കാരണമെങ്കിൽ വാസനയെ ത്യജിക്കാതെ ജനന മരണങ്ങൾ മോക്ഷമില്ല എന്നർത്ഥം. വാസനയെ ത്യജിക്കാനുള്ള മാർഗം എന്താണ്? വാസനയെ ത്യജിക്കാനുള്ള മാർഗം അതായത് യഥാർത്ഥത്തിൽ വാസനയെ ത്യജിക്കാനുള്ള ഒരു മാർഗമേ മാത്രമേ ഉള്ളൂ. അതായത് ഈ വാസന എന്ന് പറയുമ്പോൾ എന്താണ് വാസന, എവിടെയാണ് വാസന, ആർക്കാണ് വാസന എന്നറിയേണ്ടതായിട്ടിരിക്കുന്നത്. വാസനയെല്ലാം എൻ്റെ ശരീര മനോബുദ്ധികളുമായി ബന്ധപ്പെട്ടതാണ് വാസന. എൻ്റെ മനസ്സിൻ്റെയാണ് വാസന, അല്ലാതെ എൻ്റെ ആത്മാവിന് വാസനയില്ല. ആത്മാവ് നിർമ്മലമാണ്. ആത്മാവ് സാക്ഷിഭാവത്തിൽ എല്ലാത്തിനെയും കണ്ടു, നമ്മുടെ ശരീരത്തിൻ്റെയും ശരീര മനോബുദ്ധികളുടെ പ്രവൃത്തികളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ആത്മാവിന് വാസനയില്ല. അപ്പോൾ ആത്മാവിൻ്റെ വാസന എങ്ങനെ നമ്മൾ കളയും? അതിനുള്ള മാർഗം എന്താണ്? ഈ വാസന ശരീരത്തിൻ്റെയും എൻ്റെ മനസ്സിൻ്റെയാണ്, എൻ്റെ ബുദ്ധിയുടെയാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരചര്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ അത് അറിഞ്ഞ ശേഷം ഞാൻ ശരീരമല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഏത് സമയത്ത് നമ്മൾ ശരീരമല്ല എന്നുള്ള ബോധം നമുക്ക് കിട്ടുന്നോ അത് പൂർണ്ണമായ അനുഭവത്തിൽ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ആ അനുഭവ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അറിവ് ഒന്നല്ലേ? അറിവെന്ന് പറയുന്നത് അറിവിനുപരി നമ്മുടെ അനുഭവമായി മാറേണ്ടതായിട്ടിരിക്കുന്നു. അനുഭവമായി മാറിക്കാൻ നമുക്ക് യാതൊരു സംശയമില്ല. നമ്മൾ വ്യവഹാരം ധാരാളം നടത്തും എങ്കിലും എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ ധനം, ഇതൊക്കെ നമ്മൾ നടത്തുമെങ്കിലും
നമുക്കറിയാം ഇതെല്ലാം ഒരു താൽക്കാലികമായ ഒരു അതെ പ്രതിമാർഗം മാത്രമാണെന്ന് അറിയാം അല്ലേ? അതെ ഉപാധിയാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗവത്തിലെ ഭിക്ഷുഗീതയൊക്കെ പഠിക്കുക. അദ്ദേഹത്തിന് ധാരാളം ധനികനായിരുന്നു. അവസാനം അദ്ദേഹം ധനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി എത്ര ധനം സമ്പാദിച്ചാലും ഞാൻ എത്ര പിശുക്കനായി ധനം വളർത്തിയെടുത്താലും ശരി എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എനിക്ക് ഏത് സമയത്തും നശിക്കാവുന്നതാണ്, നശ്വരമാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനെ ത്യജിച്ചു. അത് ത്യജിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ആനന്ദം, നല്ല സുഖം. അദ്ദേഹത്തിന് പിന്നെ അത് വേണ്ട. ആൾക്കാർ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങ് ഇങ്ങനെ ജീവിക്കുന്നു? അങ്ങ് മിടുക്കനാണ്, അങ്ങേക്ക് വീണ്ടും പണം സമ്പാദിക്കരുതോ? അങ്ങേ ധാരാളം പേര് അപമാനിക്കുന്നു, അങ്ങേ യാതൊരു പ്രതികാരവും ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? അപ്പൊ പറയുന്നു, ഞാൻ ആനന്ദിക്കുന്ന ആനന്ദത്തിന് അപ്പുറത്തൊരു ആനന്ദമില്ല എന്ന് മനസ്സിലായി. ആനന്ദത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നെങ്കിൽ, വീണ്ടും പണം സമ്പാദിക്കാൻ പോകുന്നെങ്കിൽ അതെനിക്ക് ദുഃഖമേ തരുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനു പോകുന്നു? അപ്പോൾ നമ്മുടെ വാസനയെ ത്യജിക്കുകയാണ് ഇവിടെ പ്രാധാന്യം, അല്ല മറ്റു യാതൊന്നുമല്ല. നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി, അല്ലെ രാവിലെ പൂജ ചെയ്തു, നമ്മളിപ്പോൾ തന്നെ പൂജ ചെയ്ത ശേഷമാണ് നമ്മൾ പഠിക്കാനിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. രാവിലെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. അതെ, ഈ കർമ്മങ്ങൾ ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം നശിക്കുന്നതല്ലേ, ഇതെല്ലാം ഇല്ലാതാകുന്നതല്ലേ. ശരിയാ. ഇതെല്ലാം നമ്മളെ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതും ഒരു സമയത്ത് എല്ലാം ത്യജിക്കേണ്ടതുമാണ്. അപ്പോൾ വാസന ഏത് സമയത്ത് പൂർണ്ണമായി നമുക്ക് ത്യജിക്കാൻ സാധിക്കുന്നു, ആ അത് ആദ്യം ഏത് രീതി വരുന്നു? ആദ്യം നമ്മൾ അറിവായിട്ട് വരുന്നു. അതിനാണ് ശ്രവണം, കേൾക്കുന്നു. വക്താവിൽ നിന്ന് കേൾക്കുന്നു, ഗുരുവചനത്തിൽ കൂടെ മനസ്സിലാക്കിയെടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നു, അതേപ്പറ്റി മനനം ചെയ്യുന്നു, ആത്മതത്വം മനനം ചെയ്തു, പിന്നെ സ്വന്തം അനുഭവമാക്കി എടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് സ്വപ്രയത്നത്തിൽ കൂടെ നടക്കുന്നു. ഈ അനുഭവ രൂപത്തിൽ ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഞാൻ ഈ ശരീര മനോബുദ്ധികളുടെ പ്രവൃത്തിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബോധത്തോടുകൂടി ആ അനുഭവത്തോടുകൂടി ജീവിക്കുന്ന ഒന്നിനെ ആണ് ജീവൻ മുക്തി എന്നൊക്കെ പറയുക. ആ ജീവൻ മുക്തി അങ്ങനെ ജീവിക്കുമ്പോൾ ശരീരം വീണുപോയാലും എനിക്ക് മറ്റു യാതൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ശരീരം വിട്ടുപോയി. ശരീരം വിട്ടുപോയി എൻ്റെ ആത്മാവ് എവിടെ പോകുന്നു? ആത്മാവ് എവിടെ പോകാനാ? ആത്മാവിനെങ്ങും പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യം എന്തിനു വേണ്ടി ആത്മാവ് പോകണം? ആത്മാവ് പോകണമെങ്കിൽ സുഖം അനുഭവിക്കാൻ പോകണം. ആത്മാവിന്റെ സ്വസ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ സച്ചിദാനന്ദ രൂപമാണ് ആത്മാവിന്റെ സ്വരൂപം. ആത്മാവിന്റെ സ്വരൂപം അതാണ്. അപ്പോ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് എവിടെയാണ് പോവുക? അല്ലെ, എന്തിനു വേണ്ടി പോകണമെങ്കിൽ പോകുന്നതിന് ഒരു സ്ഥലം പ്രത്യേകിച്ച് കൂടുതൽ അനുഭവിക്കാനായിട്ട് പോകണം, അല്ലേ? ആത്മാവിന് അതുകൊണ്ട് എങ്ങും പോകേണ്ടതായിട്ടില്ല. ആത്മാവിലുള്ള വാസന വിട്ടുകളെ മാത്രം മതി. മനസ്സിലായി. വാസന വിട്ടാൽ മതി. ഇത് മതി. ആ വാസനയെ ത്യജിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള മാർഗം എന്താണ് നമ്മൾ ഉപദേശിക്കുന്നത്? ഭഗവത്ഗീത എന്താ ഉപദേശിക്കുന്നതിനുള്ള മാർഗം? ആദ്യവും ഭഗവത്ഗീത അറിയുന്നു, ഫലേച്ഛയില്ലാതെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യാനായിട്ട്. നമ്മുടെ സ്വധർമ്മമുണ്ടല്ലോ, നമ്മൾ സ്വധർമ്മം ചെയ്താലേ പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം, ക്ഷേത്രത്തിൽ പോകണം, ജോലിക്ക് പോകണം, ഇങ്ങനെ പല സ്വധർമ്മം ഉണ്ടല്ലോ. കുട്ടികളെ നോക്കണം, കൊച്ചുമക്കളെ നോക്കണം എന്ന് വേണ്ട, നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണം, ഇങ്ങനെ സ്വധർമ്മം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ സ്വധർമ്മം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ പറയുന്ന ഈ സ്വധർമ്മം ഇത് മനസ്സിലാക്കുക, ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും ശരി, കർമ്മങ്ങൾക്ക് ഫലമുണ്ട്. ദിസ് ഇസ് ദ നമ്പർ 1 തിങ് വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്. കർമ്മങ്ങൾക്ക് ഏത് കർമ്മം ചെയ്താലും ഫലമുണ്ട്. അത് സത്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും, രണ്ടിനും ഇടയ്ക്കുള്ളതാണെങ്കിലും ശരി, സത്കർമ്മവും ദുഷ്കർമ്മവുമല്ല, രണ്ടിനും ഇടയ്ക്കുള്ളതാണെങ്കിലും ശരി, ഫലമുണ്ട്, സംശയമൊന്നുമില്ല. ഈ ഫലമുണ്ടെങ്കിൽ ഫലം ആസ്വദിക്കുന്നതോടെ ഇത് സംഭവിക്കുന്നു. ഫലം ഏത് സമയത്താണ് ഫലം ആസ്വദിക്കൊണ്ടിരിക്കുന്നു? വാസന പഠിച്ചിരിക്കുന്നു, അല്ലെ? അതും നമുക്കറിയാമല്ലോ. നമ്മൾ ഏതെങ്കിലും മദ്യം കഴിക്കുന്നവർ വീണ്ടും മദ്യം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നു, അല്ലേ? സാമ്പാറും ഇഡ്ഡലിയും മാത്രം രാവിലെ
ആ കൂട്ടി ആഹാരം കഴിക്കുന്നവർക്ക് സാമ്പാറും ഇഡലിയും ഇല്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട്, അവരുടെ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ട്, അവരിത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഒരു അനുഭവം കിട്ടുമ്പോൾ വാസന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വാസനയെ ത്യജിക്കാനുള്ള മാർഗം എന്താണ്? അതിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം ഭഗവാൻ ഉപദേശിക്കുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് അർജുന, നീ യഥാർത്ഥത്തിൽ കൃതസ്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന, നിനക്ക് എങ്ങനെ കിട്ടി ഈ ദോഷം? എങ്ങനെ കിട്ടി? എങ്ങനെ ഈ ചിന്തകൾ നിനക്ക് ഉണ്ടായി? ഇതെല്ലാം നിന്റെ എൻ്റേതെന്നുള്ള ഭാവം, എൻ്റെ അച്ഛൻ, എൻ്റെ വലിയച്ഛൻ, എൻ്റെ ഗുരു, ഇതൊക്കെ എവിടുന്ന് നിനക്ക് കിട്ടി ഇപ്പോൾ നിന്റെ സ്വധർമ്മം ചെയ്യേണ്ട സമയത്ത്? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്നു, ന ജായത്തെ മ്രിയതേ വാ കഥാചിത്. രമണി ശ്രദ്ധിച്ചു നോക്കുക. ന ജായത്തെ മ്രിയത്തെ. ഇപ്പം ജനിച്ചെങ്കിലും മരിച്ചെങ്കിലും, ഞാൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എവിടുന്നെങ്കിലും വന്നു, അല്ലേ? മ്രിയത എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോന്നു, ഞാൻ മരിച്ചിട്ട് എവിടെയെങ്കിലും പോന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞ എന്താ? അങ്ങനെയല്ല അർജുന. ന ജായത്തെ എന്ന് പറഞ്ഞാൽ നീ ജനിക്കുന്നില്ല. ന ജായത്തെ മ്രിയത്തെ, നീ മരിക്കുന്നില്ല. അപ്പൊ നീ മരിക്കുന്നില്ല. രമണി എവിടാ പോകുന്നത്? നമ്മള് എങ്ങും പോകുന്നില്ല നമ്മളല്ലേ. പോകുന്നത് എവിടാ പോകുന്നത്? ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് ന അയം ഭൂത്വാ ഭവിതാ വാന ഭൂയഃ. ഉണ്ടായിട്ടില്ലാതാകുന്നതുമില്ല. അജോ നിത്യ, ഇത് നിത്യമാണ്, ഇത് മാറ്റമില്ലാത്ത ഒന്നാണ്, ഇതിന് യാത്രയൊന്നുമില്ല. അജോ നിത്യ ശാശ്വത. നോക്കി, അജോ നിത്യ ശാശ്വത, നിത്യമാണ്, ശാശ്വതമാണ്, ഇതിന് യാത്രയില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അത് വേറൊരു ഭാഗം. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഇത് ശാശ്വതമായ ഒന്ന് എങ്ങനെയാണ് അശാശ്വതമാണെന്ന്? എവിടെ പോകാനാ? അതുകൊണ്ട് ആത്മാവിന് യാത്രയില്ല. യാത്രയുള്ളത് ശരീരത്തിനാണ്. ആത്മാവ് ജനിക്കും മരിക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു? ആത്മാവ് ജീവാത്മാവാണ്, ഞാൻ ശരീരമാണെന്നുള്ള ബോധമുണ്ടാകുമ്പോൾ അത് വീണ്ടും ശരീരം എടുക്കും. ഇതാണ് യാത്ര എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവൊന്നും പോകുന്നില്ല. ആത്മാവ് ഏത് സമയത്ത് ഈ ശരീര മനോബുദ്ധികൾ ഞാനല്ല എന്നറിയുന്ന ആ നിമിഷം നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് മുക്തി. ആ അനുഭവ രൂപത്തിൽ, ആ അനുഭവത്തിന് വേണ്ടിയുള്ള മാർഗം ഇതാണ്. ആദ്യം ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയണം. അതിനുശേഷം എന്ത് ചെയ്യണം? എന്നാലും നമ്മുടെ വാസന വിടുന്നല്ലോ. ആ വാസന വിടാനായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നു. നമ്മൾ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ള ഭാവം വിടുന്നു. പക്ഷേ നമുക്കറിയാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ എൻ്റെതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെതല്ല എന്നൊരു നിമിഷത്ത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. ഭഗവാൻ പറഞ്ഞു, അതിനെ ഞാൻ നിന്നെ കർമ്മയോഗം പഠിപ്പിക്കാം പറയുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പ്രവൃത്തിയിൽ നീ ശ്രദ്ധിച്ചിട്ട്, പ്രവൃത്തിയെ ഒരു ലക്ഷ്യപ്രാപ്തിയോടുകൂടി അതിൽ ശ്രദ്ധിച്ച് നീ പ്രവൃത്തി ചെയ്യുക. പക്ഷെ അവിടെ ഫലത്തെ നീ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിനക്കൊരു ലക്ഷ്യപ്രാപ്തി ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യപ്രാപ്തിക്ക് അനുസരിച്ച് നീ പ്രവൃത്തി ചെയ്യുക. അതിനുശേഷം ഫലം ഞാൻ നിനക്ക് പ്രസാദമായി തരുന്നതായിട്ട് നീ മനസ്സിലാക്കുക, നീ അറിയുക. അപ്പോൾ എൻ്റെ പ്രസാദം എപ്പോഴും ഫലമുണ്ടല്ലോ. ഫലം ആര് തരുന്നു? ഭഗവാൻ തരുന്നു. പ്രവൃത്തി എന്ത് ചെയ്യുന്നു? ഞാൻ ആ പ്രവൃത്തി എൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അനുസരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അത് ലക്ഷ്യമാണ്. അത് ഫലമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അത് ലക്ഷ്യമാണ്. ആ ലക്ഷ്യപ്രാപ്തി അനുസരിച്ച് ഫലം ഭഗവാൻ തരുന്നു. അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ഫലം ഭഗവാൻ വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ കായേന വാച എന്ന് പറഞ്ഞാൽ എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും, കായേന വാച മനസ്സേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും പ്രകൃതി സ്വാഭാവികമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കായേന വാച മനസ്സേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായ സമർപ്പയാൻ, അങ്ങേക്ക് സമർപ്പിച്ച് ഞാൻ ചെയ്യുന്നു.
ഫലം അങ്ങ് തീർച്ചയായിട്ടും എനിക്ക് ഫലം ആവശ്യമാണ്, ഫലം അങ്ങ് തരണം. ഇങ്ങനെ കർമ്മയോഗം ചെയ്ത് ചെയ്ത് ഫലേച്ഛ പോകും. അതൊരു ഇതാണ് അതിൻ്റെ മാർഗം. പിന്നെ പൂർണ്ണമായി ഫലേച്ഛ പോകും. അങ്ങനെ ഫലേച്ഛ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അഹന്തയും മമതയും നമുക്കറിയാം, ഞാൻ എൻ്റെ ശരീരം എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അല്ലേ, നമുക്കറിയാം അതല്ല, ഞാൻ ശരീരമല്ല എന്നറിയാം. എങ്കിലും ഈ പൂർണ്ണമായ ആ അനുഭവ രൂപം വരണമെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഈ ഈ രീതിയിൽ കർമ്മയോഗം ചെയ്തിട്ട് ഫലേച്ഛയില്ലാതെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും. അപ്പം ഫലം പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മയോഗം ചെയ്ത് അതിൻ്റെ ശരിയായ ഉയർച്ച വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഈ ഭഗവാൻ ഫലം തരുന്നു എന്നുള്ള ചിന്തയൊന്നും പിന്നില്ല. കാര്യം ഫലേച്ഛയെ അവിടെ ഇല്ലാതെയാവുന്നു. ഒരു മെത്തേഡ് ഭഗവാൻ പറഞ്ഞു തരുന്നു. അങ്ങനെ ഫലേച്ഛയില്ലാതെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവൃത്തിക്ക് ഭഗവാനോട് പേര് കൊടുത്തു, നൈഷ്കർമ്യം എന്ന് കൊടുത്തു. നൈഷ്കർമ്മ ഭാവത്തിൽ ചെയ്യുന്നു. നൈഷ്കർമ്മ ഭാവത്തിൽ നമ്മൾ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നു, നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിലും യാതൊരു അഹന്തയും മമതയും അവിടെ പൂർണ്ണമായി വിട്ടുപോയി. അങ്ങനെ നൈഷ്കർമ്മ ഭാവത്തിൽ നമ്മൾ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ജന്മമെടുക്കുന്നില്ല, വീണ്ടും പുനർജന്മം ഉണ്ടാകുന്നില്ല. ഇതാണ് ഭഗവത്ഗീതയിലെ. മറ്റു മാർഗമുണ്ട്, 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 സന്യാസിമാർ ചെയ്യുന്നത്. സാധാരണ മനുഷ്യന് ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് ഭഗവാൻ പറയുന്നത്. രണ്ട് മാർഗവും, ജ്ഞാനമാർഗവുമാകാം, കർമ്മമാർഗവുമാകാം. ജ്ഞാനമാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജ്ഞാനത്തിനെ മനനം ചെയ്തു. അപ്പം നമുക്ക് രണ്ടും പ്രയോജനമാണ്. രണ്ടും കൂടെ യോജിപ്പിച്ച് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ യഥാർത്ഥം നമ്മൾ യാതൊരു യാത്രയും ചെയ്യുന്നില്ല. പിന്നെ ഈ കർമ്മങ്ങൾ എന്താണ്? അതെല്ലാം കർമ്മകാണ്ഡ വിധിയിലൊക്കെ അതിൻ്റെതായ പ്രയോജനങ്ങൾ. പിന്നെ പക്ഷെ ഒരു ജീവൻ മുക്തന് ഇതിൻ്റെ ഒന്നും, അതുകൊണ്ടാണല്ലോ ജനക മഹാരാജാവിൻ്റെ ഒരു കഥ നമ്മളെപ്പോഴും പഠിക്കാറുള്ളത്. അദ്ദേഹം ചക്രവർത്തിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, സ്വകർമ്മം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ വ്യാസമഹർഷി പോലും ജീവൻ മുക്തനായാണ് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ അദ്ദേഹത്തെ ജീവൻ മുക്ത ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം മോക്ഷം പ്രാപിച്ചതാണ്. കാര്യം ശരീരഭാവനയില്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇതിനെല്ലാം മനനം ആവശ്യമുണ്ട്. അതാണ് എൻ്റെ രമണി, മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായി. മനനവും ശ്രവണവും എപ്പോഴും വേണം. അത് ഇല്ലാതിരുന്നാല് നമുക്ക് എന്തിനു വേണ്ടി? എന്താണ് മനനവും ശ്രവണവും വേണ്ടത്? ഞാൻ ഈ ശരീരമല്ല എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മളൊരു ഭാഗവതം വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, അതിനകത്തെ ഒരു ശ്ലോകം പഠിച്ചു, അതിനെ പറ്റിയല്ല ഈ ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയുന്നത്. ആത്മതത്വം ശരിയായി ഉറച്ചിരിക്കണം. നമ്മളെ അതിനെ മനനം ചെയ്തിട്ട് നമ്മൾ ഉറപ്പിക്കുക, അത് കേൾക്കുക, അത് നമ്മൾ ശ്രദ്ധിച്ച് വീണ്ടും അയവിറക്കി നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളുക, അത് തൻ്റെ അനുഭവ രൂപത്തിലേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എപ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നതല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശരീരമായ ഒരു ബോധം ഉണ്ടാകുന്നു, നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ശരീരത്തെയും മനസ്സെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിടാനുള്ള ശ്രമം നടത്തുന്നു ധ്യാനത്തിൽ കൂടെ. ആത്മാവിൽ നമ്മൾ പ്രതിഷ്ഠിതമാകാനായിട്ടൊരു ശ്രമം നടത്തുന്നു. അതാണ് ധ്യാനത്തിൽ കൂടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇവിടെയാണ് ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയുന്നത്. ആത്മതത്വത്തിൽ നമ്മൾ ഉറച്ചിരിക്കണം. ഏത് സമയത്ത് ഞാൻ പൂർണ്ണമായി ശരീരം ഞാനല്ല എന്നുള്ള ബോധം, എന്നുള്ള അനുഭവ രൂപേണ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. അത് തന്നെ മോക്ഷം. അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരവസ്ഥയല്ല. മരിച്ചു കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്ത് പറഞ്ഞയക്കാവുന്ന ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിലുള്ളത്. മരിക്കുന്നതിന് മുമ്പ്, അതായത് മരിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ പോരാ. മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ സമയമുണ്ടല്ലോ. ആ മനസ്സ് പ്രവർത്തിക്കുന്ന സമയം വരെ നമ്മൾ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട്. മനസ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മണി ഒരു ചോദ്യം ചോദിച്ചതാണ്, അതായത് മനസ്സ് പ്രവർത്തിക്കുന്നതിൽ എന്ത് ചെയ്യും, പിന്നെ എങ്ങനെ ഭഗവാന്റെ സ്മരണ ചെയ്യും? ആ ഒരു ചിന്ത നമുക്ക് ആവശ്യമില്ല. മനസ്സ് പ്രവർത്തിക്കുന്നിടം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ എന്താണ് സംഭവിക്കുക എന്ന ആവശ്യമില്ല. അങ്ങനെയാണ് ജീവൻ മുക്തി കിട്ടുക. മനസ്സിലായല്ലേ? മനസ്സിലായി. താങ്ക് യു. ഓക്കെ. ഇനിയും ദേവി ചോദിച്ച ചോദ്യം എന്താണ്? രാധയാണ് ചോദിച്ചത്. രാധ എന്താണ് ചോദിച്ചത്? ജീവനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. വളരെ നല്ലതല്ലേ. ജീവനും ആത്മാവും തമ്മിൽ. ജീവൻ എന്താണ്? ആത്മാവ് എന്താണ്?
അപ്പോൾ ജീവൻ എന്ന് പറയുമ്പോൾ രാധ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്നാറിന്റെ ജീവൻ പോയി, അല്ലെങ്കിൽ ജീവനില്ല, ജീവനില്ലെങ്കിൽ മരിച്ച ശരീരമാണ്. അതല്ല അത് ഉദ്ദേശം. അതെ മരിച്ച അതെ ശരീരം, ജീവിച്ചിരിക്കുന്ന ശരീരം, ജീവനുണ്ടോ? മരിച്ച അപ്പം ഒരു ശരീരത്തെ കാണുന്നതുകൊണ്ട് അത് മരിച്ച ശരീരമാണ്, അപ്പം ജീവനില്ല. അപ്പോൾ ജീവനുണ്ടല്ലോ ഇപ്പുറത്ത്. അപ്പോൾ ഇതെന്തായിരിക്കും? അതാണ്. ഉം. അപ്പൊ ഏതായാലും മരിച്ച ശരീരത്തെ കണ്ടുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ ഊഹിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ എന്താണെന്ന് മരിച്ച ശരീരം എന്താണെന്ന്, അല്ലേ? അത് അതെ. മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ശ്രമിക്കാം. ജീവൻ പോയി അവിടെ നിന്ന്. ഉം. അത് അന്നേരം മനസ്സിലാക്കാം. ആത്മാവ് അവിടെ പോയി. അന്നേരം ജീവൻ അവിടെ ആ പോയി, ആത്മാവ് അവിടെ പോയി. അത് വ്യത്യാസം എന്താണ്? അതാണ്. മനസ്സിലായി. അത് ചോദ്യം മനസ്സിലായി എനിക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മരിച്ചു കിട്ടുന്ന ശരീരത്തെ പറ്റി നല്ല നല്ല ചോദ്യം, വളരെ നല്ല ചോദ്യം കേട്ടോ. മനസ്സിലാക്കാൻ എളുപ്പം, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ത്തെ കണ്ടുകൊണ്ടാണല്ലോ, ഓർത്തുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുകൊണ്ട് ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അവിടെ മരിച്ച ശരീരത്തിലേക്കാണ് നമ്മൾ. അപ്പോൾ മരിച്ച ശരീരം എന്ന് പറയുന്നത്, ആ ശരീരത്തെ ദർശിച്ചു നോക്കി, എന്താണ് ആ ശരീരം? ആ ശരീരത്തിലുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ചീത്തയാകുന്നല്ല. അപ്പം ഉടനെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന വസ്തുക്കൾ എന്താണ്? അതൊക്കെ വസ്തുക്കളിൽ തൊലി കാണാം. മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊലി കാണാം. തൊലിയുടെ ഉള്ളിൽ ഇച്ചിരി ഞരമ്പുകൾ കാണാം. ആ ഞരമ്പിനകത്ത് ബ്ലഡ് കാണാം. അതിൻ്റെ ഉള്ളിൽ എല്ല് കാണാം, മജ്ജ കാണാം. അപ്പം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നതാണല്ലോ ഈ ശരീരം, അല്ലേ? എവിടെ നോക്കിയാലും ശരീരത്തിൻ്റെ കൈയാണെന്നാലും കാലാണെന്നാലും എവിടെ നോക്കിയാലും ഇതെല്ലാം കൂടെ ചേർന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം എന്ത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കണം. അതും നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പം ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം. ചെറുപ്പത്തിൽ നമ്മൾ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വലുതായി വന്നു. അത് എന്തുകൊണ്ട് വന്നു? നമ്മുടെ ആഹാരം കഴിച്ചതുകൊണ്ടല്ലേ? ഇനി ആഹാരം കുറച്ച് ദിവസം, ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും കാരണമാണെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ കുറച്ച് ദിവസം ആഹാരം കഴിക്കാതിരുന്ന് നോക്കും. അപ്പോൾ അറിയാം ഈ ശരീരം എന്ന് പറയുന്നത് ശോഷിക്കും, അല്ലേ? പെട്ടെന്ന്. അപ്പോൾ ഈ ശരീരം അന്നമയമാണ്. അന്നമയമാണെന്ന് മനസ്സിലായി. അത് നശിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം മനുഷ്യ ശരീരം അവിടെ കിടക്കുന്നു. നമ്മളിനി അത് ദഹിപ്പിച്ചില്ലെങ്കിൽ തന്നെ കുറച്ച് എവിടെയെങ്കിലും കുറേ നാൾ അത് കിടന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അത് നശിക്കുന്നതുമാണ്. നശിക്കുന്നത് പറഞ്ഞാൽ അത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഇവയാ നിർമ്മിതമാണ്. അത് അതിലേക്ക് തന്നെ ലയിച്ചു പോകുന്നു. അപ്പം പിന്നെ രാധയുടെ ചോദ്യം, ബാക്കി എന്താണുള്ളത്? ബാക്കി എന്തുണ്ട് ഈ ശരീരം? അപ്പം ബാക്കിയുള്ളതിനെ നമ്മൾ അപ്പോൾ രണ്ടായിട്ട് രാധ കാണുമ്പോൾ, ഒന്ന് ശരീരം, ഒന്ന് ജീവൻ. ഈ ജീവൻ അവിടെ പോകുന്നു. ഇതാണ് അല്ലെങ്കിൽ ജീവൻ എന്താണ്? അതാണ് ചോദ്യം. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഇത് എന്തായിരുന്നു? സ്ഥൂല ശരീരമായിരുന്നു, അല്ലേ? ഈ നശിച്ചത് സ്ഥൂല ശരീരമായിരുന്നു. സ്ഥൂല ശരീരം മാത്രമല്ല, ശ്രദ്ധിച്ച് കേൾക്കാം, ഞങ്ങൾ എന്നിട്ട് പിന്നെ ചോദിക്കാം. സ്ഥൂല ശരീരം മാത്രമായിരുന്നു ഈ നമ്മൾ ദഹിപ്പിച്ചതോ അല്ലെങ്കിൽ കുഴിച്ചു മൂടിയതോ ഒക്കെ സ്ഥൂല ശരീരമായിരുന്നു. പക്ഷേ നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന നമുക്കറിയാം, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഈ ഈ ത്വക്കും എല്ലും മജ്ജയും തുടങ്ങിയ ഈ സ്ഥൂല ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ, ഇതുമായി ബന്ധം എന്താണ്? അപ്പോൾ ഈ മരിച്ച ശരീരം പോകുമ്പോൾ ഈ ശരീരം കൂടെ ഈ മനസ്സും ബുദ്ധിയും കൂടെ അങ്ങ് പോയോ അവരുടെ കൂടെ? പിന്നെ അതില്ലയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശാസ്ത്രം പഠിക്കുന്നു, അങ്ങനെയല്ല. അത് പോവില്ല. അത് ഈ സ്ഥൂല ശരീരം മാത്രമേ പോകുന്നുള്ളൂ. സൂക്ഷ്മ ശരീരം പോകുന്നില്ല. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, പിന്നെ അന്ധകരണങ്ങളെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം മുതലായവെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സൂക്ഷ്മ ശരീരം എന്നൊരു പേര് കൊടുക്കാൻ തൽക്കാലത്തേക്ക്. ആ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. ആ സൂക്ഷ്മ ശരീരം എന്ത് ചെയ്യുന്നു? ആ സൂക്ഷ്മ ശരീരം ആണ് ഭഗവാൻ പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നവർക്ക്, മരിക്കുന്നവർക്ക് വീണ്ടും ജന്മം, ജനിക്കുന്നവർക്ക് വീണ്ടും മരണമെന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അത് സുനിശ്ചിതമാണ് പോലും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൂക്ഷ്മ ശരീരം പോയില്ലല്ലോ നശിച്ചപ്പോൾ.
മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സൂക്ഷ്മ ശരീരം പോയില്ലല്ലോ. സൂക്ഷ്മ ശരീരം നമ്മൾ ദഹിപ്പിച്ചത് എന്തിനെയാണ്? നമ്മൾ സ്ഥൂല ശരീരത്തിനെ ദഹിപ്പിച്ചു. അത് പഞ്ചഭൂതമായി മാറി. അതിൻ്റെ എൻ്റെ ഒറിജിനൽ രൂപമായി മാറി. ഈ സൂക്ഷ്മ ശരീരത്തിന് എന്ത് സംഭവിച്ചു? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. വളരെ നല്ല ചോദ്യം, അറിഞ്ഞിരിക്കേണ്ട ചോദ്യം. ഈ സൂക്ഷ്മ ശരീരത്തിന് എന്ത് സംഭവിച്ചു? സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സാണല്ലോ. മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? മനസ്സിൽ രാവിലെ എഴുന്നേൽക്കുന്നോണേ എനിക്ക് കാപ്പിടിക്കുന്നുള്ളത് ആർക്കാ തോന്നുന്നത്? എൻ്റെ ശരീരത്തിനാണോ, എൻ്റെ സ്ഥൂല ശരീരത്തിനാണോ, സൂക്ഷ്മ ശരീരത്തിനാണോ? സൂക്ഷ്മ ശരീരത്തിനാണ് തോന്നുന്നത്, അല്ലേ? എനിക്ക് ഒരു മൂവി കാണണമെന്ന് തോന്നുന്നത് ആരാ? സ്ഥൂല ശരീരത്തിനാണ്, എൻ്റെ മനസ്സിലാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് പായസം കുടിക്കണം, ഒരാഗ്രഹം, ആഗ്രഹം ആർക്കാ തോന്നുന്നത്? സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിന്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിന് ആണ് ഈ ആഗ്രഹങ്ങൾ, ഡിസയർ ഉള്ളത്, വാസനയുള്ളത്. അപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ശരീരം, ഒരു ജീവൻ, ഇവിടെ ജീവൻ പദം എന്താണെന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ജീവൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു മനുഷ്യൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സ്ഥൂല ശരീരം നശിച്ചുവെങ്കിലും ഒരു മനുഷ്യനെ രണ്ടായി കാണുക. ആദ്യം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമായി കാണുക. സ്ഥൂല ശരീരം ഒന്ന്, സൂക്ഷ്മ ശരീരം ഒന്ന്. സൂക്ഷ്മ ശരീരത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അത് സൂക്ഷ്മ ശരീരമായി മാറി ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു എന്ന് മാത്രം. ഈ സൂക്ഷ്മ ശരീരം എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മ ശരീരം അതിൻ്റെ വാസനയ്ക്കനുസരിച്ച് മറ്റൊരു ശരീരത്തിന് ആഗ്രഹിക്കുന്നു. അപ്പം മറ്റൊരു ശരീരത്തിന് ഇത് ആഗ്രഹിക്കുമ്പോൾ ആ ശരീരമാണ് ഇത്. ഈ ശരീരത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നു പറയുമ്പോഴോ, ഈ ശരീരം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഈ ശരീരം നമ്മുടെ ആഗ്രഹങ്ങളിൽ കൂടെ, നമ്മൾ ഡിസൈറിൽ കൂടെ നമ്മൾ ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലുള്ള ശരീരമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച്. മാത്രമല്ല, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമാണോ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം യോജിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് ഫലം കൂടെ അനുഭവിക്കണേ, അല്ലേ? നമ്മൾ ചെയ്തത് നല്ല നല്ല പ്രവൃത്തിയാണെങ്കിൽ ആ നല്ല പ്രവൃത്തിക്ക് അനുസരിച്ചൊരു ഫലം നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണെങ്കിൽ അതിനനുസരിച്ചൊരു ഫലം. അപ്പോൾ നമ്മുടെ കർമ്മത്തിന് ഫലമുണ്ട് എപ്പോഴും, അല്ലേ? ഒരു കർമ്മഫലമുണ്ട്. ഒരു പന്തെടുത്ത് ഒരു ഭിത്തിക്കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതുപോലെ കർമ്മം ചെയ്താൽ ഫലമുണ്ട്. അപ്പോൾ ആ കർമ്മഫലം അനുസരിച്ച്, നമ്മുടെ വാസനയ്ക്കും അനുസരിച്ച് ഒരു ശരീരം നമ്മളെ തേടിയെടുക്കും. സ്വയം തേടിയെടുക്കും. അത് ആരും സ്വയം തേടിയെടുക്കും ഒരു ശരീരം. അപ്പൊ അങ്ങനെ പുതിയൊരു ശരീരം കിട്ടുന്നു. അപ്പോൾ ഇപ്പോഴും ഉത്തരമായില്ല, ജീവൻ ആരാണെന്ന് ഉത്തരമായില്ല. പക്ഷെ ഇത്രയും മനസ്സിലായി. ശരീരം എന്ന് പറഞ്ഞ നമ്മൾ മരിച്ചു കഴിഞ്ഞ ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം നശിക്കുന്നു, സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. അത് വേറൊരു ശരീരം, വാസനയ്ക്കനുസരിച്ചും. അതല്ലേ നമ്മൾ കർമ്മഗ്രാഹഗൃഹീതാംഗം, കർമ്മബന്ധം. ഇതാണ് ഈ കർമ്മബന്ധം എന്ന് പറയുന്നത്. അവിടെ കർമ്മബന്ധം എന്നും പറയുമ്പോൾ കർമ്മബന്ധം മാത്രമല്ല, അവിടെ നമ്മുടെ വാസന ഇത് യോജിച്ചിട്ട് കിട്ടുന്ന ഒരു ശരീരമാണ് നമുക്ക്. അത് നമുക്ക് കിട്ടി, പുതിയ ശരീരം കിട്ടി. ഇപ്പോഴും രാധന ചോദ്യത്തിന് ഉത്തരമായില്ല. അതിന്റെ വഴിയിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ശരീരം എന്താണെന്ന് മനസ്സിലായി. ശരീരത്തിന് രണ്ടായിട്ട് നമ്മൾ തിരിച്ച് മനസ്സിലായി. രാധ മനസ്സിലായല്ലോ, ആ ഭാവം മനസ്സിലായല്ലോ, അല്ലേ? ക്ലിയർ ആണല്ലോ രാധ? അത്രയും മനസ്സിലായി. ഇപ്പൊ ജീവൻ എന്താണെന്ന് ചോദിച്ചാലും ഉത്തരമായില്ല. ഒരു കാര്യം മനസ്സിലായി. ശരീരത്തിനെ ജീവനും ശരീരമായി മാറ്റിക്കഴിഞ്ഞപ്പോൾ ശരീരം എന്താണെന്ന് മനസ്സിലായി. ശരീരത്തിന് രണ്ട് ഭാഗമുണ്ട്. ഏതെല്ലാമാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഈ രണ്ട് ഭാഗമായിട്ട് മനസ്സിലായി. സ്ഥൂല ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? സൂക്ഷ്മ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല, സ്ഥൂല ശരീരം മാറ്റം വന്നിട്ട് എവിടെയും നാശം ഉണ്ടാകുന്നില്ല. അത് പഞ്ചഭൂതമായി മാറുന്നു. നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ ആ കഥ അല്പം വിടേണ്ടതായിട്ടിരിക്കുന്നു. വിട്ടിട്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവത്തിലേക്ക് നമ്മൾ പോവുക. അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഇനിയും കാര്യം, ഈ സ്ഥൂല ശരീരവും ഈ സൂക്ഷ്മ ശരീരവും മാത്രമേ ഉള്ളൂ എന്നിൽ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കും. എങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയം കൂടുതലുള്ളത് കൊണ്ട് നമുക്കതേപ്പറ്റി അല്പം ചിന്തിക്കാം. അവിടെയാണ് നമ്മളെ അവസ്ഥാത്രയ
അവസ്ഥാത്രയത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എളുപ്പം നമുക്ക് പിടികിട്ടും. പല മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും മാണ്ഡൂക്യ ഉപനിഷത്തിൽ അവസ്ഥാത്രയത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പല അനുഭവങ്ങളുള്ള ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവം, ശരീരത്തിൻ്റെ പ്രവൃത്തി ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരീരമാണ് എന്ന് നമുക്ക് ഒരു ബോധം നമുക്കുണ്ടാവുന്നു. അക്കൂട്ടത്തിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ടൊക്കെ ശരിയാണ്. എന്നാൽ നമ്മുടെ ശരീരമാണ് നമ്മൾ പ്രധാനപ്പെട്ടത്, ശരീരമാണ് പ്രവർത്തിക്കുക, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനം നടത്തുക. ഇങ്ങനെ ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. സാധാരണ എല്ലാവർക്കും അനുഭവമുള്ളതാണ് ഈ ശരീരം ഞാനാണെന്നുള്ളത്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ ഈ ജാഗ്രത അവസ്ഥയിൽ, അത് ഉണർന്നിരിക്കുന്ന അവസ്ഥയെന്നർത്ഥം. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലാതെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നില്ല എന്നെനിക്കറിയാം. ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ചിലപ്പോൾ കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്നതായിരിക്കാം. പക്ഷെ ഏതായാലും നമ്മുടെ ശരീരത്തിൽ യാതൊരു പ്രവൃത്തി ഇല്ലാത്തപ്പോഴാണ് ഈ സ്വപ്നം കാണുക. സ്വപ്നത്തിൽ പല രൂപങ്ങളായി ഞാൻ പല രൂപങ്ങളായി മാറിയിരുന്നല്ലോ. ഞാൻ പല കാര്യങ്ങളും ചെയ്തല്ലോ. ഞാൻ സ്വപ്നത്തിൽ വേറൊരു വിവാഹം കഴിച്ചിരുന്നല്ലോ, ഉദ്യാനത്തിൽ പോയിരുന്നല്ലോ, ആനയുടെ പുറത്ത് കയറിയിരുന്നല്ലോ. ഇങ്ങനെ ഓരോരുത്തരുടെ സ്വപ്നം പലതല്ലേ. എന്താണ് കണ്ടെന്ന് നമുക്ക് തന്നെ ഇങ്ങനെ വരുന്നു നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഏതായാലും നമ്മൾ ധാരാളം സ്വപ്നം കാണും. അപ്പോൾ സ്വപ്നത്തിൽ ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? ശരീരമല്ല പ്രവൃത്തി ചെയ്തല്ലേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ശരീരമാണ്. പക്ഷേ അവിടെ സ്വപ്നത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ആരാ? മനസ്സായിരുന്നല്ലേ. മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സ് ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തോ, ഏതെല്ലാം കണ്ടോ, അതെല്ലാം മനസ്സ് പ്രത്യേകം ഒരു രൂപമായിട്ട് അവിടെ ഭവിച്ചു എന്നർത്ഥം. അപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എൻ്റെ ഞാനെന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല, ഈ മനസ്സും എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ എനിക്ക് ഞാനെന്ന് പറയുന്നത് രണ്ടായി തിരിച്ച് ഞാനെന്ന് പറയുന്ന ശരീരം, ഞാനെന്ന് പറയുന്ന മനസ്സ്. ഇപ്പൊ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ശരീരം മാത്രമാണെന്നല്ല. ഇപ്പൊ നമ്മൾ മനസ്സിലായി, ജാഗ്രത അവസ്ഥയിലും മനസ്സുണ്ടായിരുന്നു, മനസ്സും ശരീരം കൂടെ ചേർന്നാണ് പ്രവർത്തിച്ചത്. സ്വപ്ന അവസ്ഥയിൽ ശരീരം പ്രവർത്തിച്ചില്ല, മനസ്സ് മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്ന് മനസ്സിലായി. അവിടം വരെ ക്ലിയർ ആയാലോ അല്ലേ? ജാഗ്രത അവസ്ഥയിൽ ശരീരം മാത്രമല്ല പ്രവർത്തിച്ചു എന്ന് മനസ്സിലായി, നമ്മുടെ മനസ്സുണ്ടായിരുന്നു മനസ്സിലായി. എന്നാൽ സ്വപ്നാവസ്ഥയിൽ ശരീരം ഇല്ലായിരുന്നു മനസ്സിലായി. അപ്പം പിന്നെ മനസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം മനസ്സ് പ്രവർത്തിച്ചല്ലേ അവിടെ, അല്ലേ? അപ്പം മനസ്സ് തന്നെ പ്രവർത്തിച്ച് പല കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ശരീരമില്ലാതെ മനസ്സിന് പ്രവർത്തിക്കാൻ അവിടെ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാനെന്ന് പറയുമ്പോൾ ശരീരമുണ്ട്, മനസ്സുണ്ട്. മനസ്സിലായല്ലേ? ഇനിയും നമ്മൾ അല്പം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഈ ഈ സ്വപ്നം കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം സുഖമായി ഉറങ്ങിയെന്ന് രാവിലെ നമുക്കറിയാമല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ഞാൻ സുഖമായി ഉറങ്ങി, അല്ലേ? അപ്പോൾ സുഖമായി ഉറങ്ങിയ സമയത്ത് ശരീരം പ്രവർത്തിക്കുന്നില്ലായിരുന്നല്ലോ, അല്ലേ? സുഖമായി ഉറങ്ങിയ സമയത്ത് മനസ്സും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ലായിരുന്നു, ചിന്തിക്കുന്നില്ലായിരുന്നു, സ്വപ്നം കാണിക്കുന്നില്ലായിരുന്നു, നാളെ രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലിക്ക് പോകണമെന്ന് ചിന്തയില്ലായിരുന്നു, ഇതൊന്നും മനസ്സ് പ്രവർത്തിച്ചേയില്ല. അപ്പോൾ സുഷുപ്തിയിൽ പ്രവർത്തനമില്ലാതിരുന്നത് ശരീരത്തിനും മനസ്സിനുമാണ്, അല്ലേ? അപ്പൊ പ്രവർത്തനമില്ലാതിരുന്ന സമയത്ത് സുഷുപ്തിയിൽ, പക്ഷേ നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങി എന്നൊരു ബോധം നമുക്കുണ്ടായെങ്കിൽ അത് ആര് പറഞ്ഞു നമ്മളോട്? ഈ അനുഭവം ഉണ്ടായി എപ്പോഴാണ്? ഇപ്പോഴല്ല അനുഭവിച്ചതാണോ? രാത്രിയിലാണ് അനുഭവിച്ചത്. ഞാൻ രാത്രി സുഖമായി ഉറങ്ങി. അത് എവിടുന്ന് കിട്ടി? ആ അറിവ് നമുക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പോൾ ഈ ഉറക്കത്തിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഉറങ്ങിയപ്പോഴും എന്തോ ഉണർന്നിരുന്നല്ലോ. എന്തെങ്കിലും ഉണർന്നിരിക്കാതെ ഈ ബോധം എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അപ്പോൾ സുഷുപ്തിയിൽ ആരോ ഉണർന്നിരുന്നു, അത് എന്തായാലും വേണ്ടുമില്ല,
അത് ജാഗ്രത അവസ്ഥയിലും സ്വപ്ന അവസ്ഥയിലും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ജാഗ്രത അവസ്ഥയിൽ ശരീരമാണെന്ന് വിചാരിച്ചു, സ്വപ്ന അവസ്ഥയിൽ മനസ്സാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇതിനെപ്പറ്റി മനസ്സിലായില്ല നമുക്ക്. അതെന്താണ് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു, അല്ലേ? അതിന് നമ്മൾ തൽക്കാലത്തേക്ക് ആത്മാവ് എന്ന് പറയുക. അപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, മറ്റൊരു മാർഗം കൂടെ നമ്മൾക്ക് അന്വേഷിക്കാം എന്താണെന്ന്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഇപ്പൊ രാധയ്ക്ക് മനസ്സിലായി, ഞാനെന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ഞാനെന്ന് പറയുന്നത് ശരീരം, ജീവാത്മാവ്, സോറി, ഈ ശരീരം, മനസ്സ്, പിന്നെ മറ്റെന്തോ ഒന്ന് നമ്മളിപ്പോ ആത്മാവെന്നൊരു പേര് കൊടുത്തു. അപ്പൊ ശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പിന്നെ ആത്മാവ്, ഇങ്ങനെ 3 പേര് കൊടുത്തു നമ്മൾ. ഞാനെന്ന് പറയുന്നത് ഞാനായ ശരീരം മാത്രമല്ല, ഞാനായ സൂക്ഷ്മ ശരീരം മാത്രമല്ല, ഞാൻ എന്ന് പറയുന്നത് ആത്മാവ് ഉണ്ട് എന്ന് മനസ്സിലായി. മറ്റൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലായി. ഞാൻ 3ആയി മാറി. ഇത് വളരെ വ്യക്തമാണ്. മറ്റൊരു രീതി കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതെപ്പോഴും നമ്മൾ വിചാരണ ചെയ്യാറുള്ളതാണ്. വീണ്ടും എപ്പോഴും വിചാരണ ചെയ്യുന്ന നമുക്ക് എപ്പോഴും പ്രയോജനമാകും. അവസ്ഥാത്രയം നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ കൂടെ മനസ്സിലാക്കാം. കുറച്ചുകൂടെ സരളമായ ഒരു ചിന്തനം എപ്പോഴും നമ്മൾ മനനം ചെയ്യാതെന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പകാലത്തെ നമ്മുടെ ശരീരം, അന്ന് നമുക്കൊരു മനസ്സുണ്ടായിരുന്നു, അന്ന് നമുക്കൊരു ശരീരം ഉണ്ടായിരുന്നു. ആ ശരീരം ക്രമേണ ആ ശരീരത്തിന് മാറ്റം വന്നു, വലുതായി വന്നു. മനസ്സിനും ചെറുപ്പകാലത്തൊന്നും ചെയ്യാൻ അറിയാം. നമ്മൾ മലമൂത്രാദികൾ പോലും ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ ചെയ്തു എന്നുള്ളത്, അല്ലെ? ആ അതുപോലുള്ള ചെറുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വലുതായി വന്നപ്പോൾ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വ്യത്യാസം വന്നു. അപ്പൊ ഇങ്ങനെ മനസ്സ് ദിവസവും ഇങ്ങനെ പരിവർത്തനം വന്നുകൊണ്ടിരുന്നു, ശരീരത്തിനും പരിവർത്തനം വന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ജീവിതത്തെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പുറമോട്ട് പോകാൻ ശ്രദ്ധിക്കുക. എൻ്റെ ബാല്യകാലത്തെ പറ്റി ശ്രദ്ധിക്കുക, യൗവനകാലത്തെ പറ്റി ശ്രദ്ധിക്കുക, പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നു, ഇവനെയൊക്കെ അല്പം ഒന്ന് മനനം ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ വാർദ്ധക്യകാലത്ത് ഞാൻ ഉള്ള എന്നെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, അവിടെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം വ്യത്യാസം വന്നെങ്കിലും ഞാൻ ആയിരുന്നല്ലോ അന്നുകൊണ്ടായിരുന്നല്ലേ? ചെറുപ്പകാലത്ത് ഞാനായിരുന്നല്ലോ, അല്ലേ? ഇന്ന് ഞാൻ തന്നെ, അല്ലേ? അപ്പോൾ ആ ഞാൻ ഈ മനസ്സിനും ഈ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിലും ഭിന്നമായ ഒന്നല്ലായിരുന്നോ ആ ഞാൻ എന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും, അല്ലേ? അന്നത്തെ രാധ തന്നെയാണല്ലോ ഇന്നത്തെ രാധയും, അല്ലേ? ചെറുപ്പത്തിൽ സ്കൂളിൽ പോയ രാധ തന്നെയാണല്ലോ ഇന്നത്തെ രാധയും, അല്ലേ? രാധയിൽ വ്യത്യാസമൊന്നുമില്ല, രാധയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തിനു വ്യത്യാസം വന്നു? ശരീരത്തിനും മനസ്സിനും വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് ഒരു കഥ അഷ്ടാവക്ര മഹാത്മാവും ജനക മഹാരാജാവും തമ്മിലുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ഒരു ദിവസം ജനക മഹാരാജാവ് സ്വപ്നം കണ്ടുപോകുന്ന ഒരു ദരിദ്രനായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, യഥാർത്ഥത്തിൽ ഞാൻ ദരിദ്രനാണോ, ഞാൻ രാജാവാണോ എന്നൊരു സംശയം, ഒരു ഭ്രമമുണ്ടായി പോലും. പല മഹാത്മാക്കളും ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭ്രമം മാറിയില്ല പോലും. അഷ്ടാവക്ര മഹാത്മാവ് എന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതാ എനിക്ക്, ഏതാണ് സത്യം? അതാണോ സത്യം? ഏത്? ഞാൻ സ്വപ്നം കണ്ടു. എന്ത് കണ്ടു? ദരിദ്രനായിട്ട് സ്വപ്നം കണ്ടു. ആ ദരിദ്രനായിട്ട് സ്വപ്നം കണ്ട ഞാനാണോ സത്യം, അതോ രാജാവായിരുന്ന ഞാൻ? ഇതിലേതാണ് സത്യം എന്നെനിക്ക് ഒരു ഭ്രമം ഉണ്ടാവുന്നു, അങ്ങ് സഹായിക്കുക. അപ്പം മുമ്പ് പലരും പറഞ്ഞു കൊടുത്തു, അങ്ങ് രാജാവാണ്, അങ്ങ് ദരിദ്രനല്ല. എന്ത് ചിന്തയാണ് അങ്ങ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വേണ്ട രീതിയിലുള്ള ചികിത്സകളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു അവർ. പക്ഷെ രാജാവിൻ്റെ ഈ ചികിത്സയൊന്നും പ്രയോജനമായില്ല. വീണ്ടും അദ്ദേഹത്തിന് സംശയം, ഞാൻ ദരിദ്രനാണോ, അതാണോ സത്യം, ഇതാണോ സത്യം? ഇത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു പോലും. അഷ്ടാവക്ര മഹാത്മാവ് പറഞ്ഞു കൊടുത്തു, രാജാവേ,
അങ്ങ് ദരിദ്രനല്ല, യാതൊരു സംശയവുമില്ല, അങ്ങ് ദരിദ്രനല്ല. പിന്നെ അങ്ങ് രാജാവുമല്ല കേട്ടോ. ഓ, അതുകൊണ്ട് അങ്ങ് അതുമല്ല ഇതുമല്ല അങ്ങ്. അപ്പൊ പിന്നെ അങ്ങ് മാത്രമാണ് സത്യം. സത്യമായുള്ളത്, സത്യമെന്ന് പറയുന്നത് അങ്ങ് രാജാവ്, അങ്ങ് ദരിദ്രനാണെന്നുള്ള ചിന്ത സത്യമല്ല, രാജാവാണെന്നുള്ള സത്യമല്ല. യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? അങ്ങ് മാത്രമാണ്. അതുപോലെ ചിന്തിക്കുക, രാധ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരീരമോ മനസ്സോ അല്ല സ്കൂൾ വിദ്യാർത്ഥി, അല്ല അല്ല രാധ. രാധ മുത്തശ്ശിയുമല്ല, സ്കൂൾ വിദ്യാർത്ഥിയുമല്ല, യഥാർത്ഥത്തിൽ മുത്തശ്ശിയുമല്ല. പിന്നെ ആരാണ് രാധ? രാധ മാത്രമാണ്. അവിടെ പേര് പറഞ്ഞു എന്ന് വിചാരിച്ച് പേരുണ്ടെന്ന് വിചാരിക്കേണ്ട. പേരില്ലാതിരിക്കുന്ന എന്ന ഒരാൾ മാത്രമാണ് ഞാനെന്നർത്ഥം. പറയാൻ വേണ്ടി ഒരു പേര് പറഞ്ഞതെന്ന് മാത്രം. രാധ മാത്രമാണ്. രാധ മുത്തശ്ശിയല്ല, രാധ ബാലികയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും നമുക്ക് ചിന്തിക്കാം, മനസ്സും ബുദ്ധികളും മാറ്റം വന്നുകൊണ്ടിരുന്നപ്പോഴും, ധാരാളം മാറ്റം വന്നുകൊണ്ടിരുന്നപ്പോഴും, മാറ്റം വരാത്ത ഒരു സത്യം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാധ പിടികിട്ടിയോ? രാധേ, അല്ലേ? ഈ 3 സത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചോ? അതായത് ബാലികയായിരുന്ന രാധയുടെ മനസ്സ്, രാധയുടെ ശരീരം മാറി മറിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴും രാധ എന്ന് പറയുന്ന ഒരു സത്യം മാറാതെ രാധയിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. മറ്റാരെങ്കിലും മനസ്സിലാക്കാത്തവർ വല്ലതും ഉണ്ടോ? നമ്മൾ എല്ലാവരും ഞാനായ ഒരു സത്യം എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. സത്യമായത് മാറ്റം വരാതെ ഒന്ന് എന്നിൽ എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് ബോധിപ്പിക്കുക ഉണ്ടാകുക. അപ്പോൾ ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ 2ആയിട്ട് തിരിച്ചു, ഇപ്പൊ നമ്മൾ 3ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഞാനെന്ന് പറയുന്ന ഒരു ആത്മാവ്, ഞാനെന്ന് പറയുന്ന ശരീരം, സ്ഥൂല ശരീരം, ഞാനെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം, ഇത് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിച്ചു. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? രമണി മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. വേറെ ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഭാഗം മനസ്സിലാക്കാത്തവരുണ്ടോ? മൂന്നായിട്ട് ഞാനെന്ന് പറയുന്ന ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ 3ആയി തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനെന്ന് പറയുന്ന ഒരു ആത്മാവ്, ഞാനെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം, ഞാനെന്ന് പറയുന്ന സ്ഥൂല ശരീരം. അവസ്ഥാത്രയത്തെ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തം. നമ്മുടെ സ്വന്തമായ അനുഭവത്തെ നോക്കിയാൽ വ്യക്തം. മറ്റു പല മാർഗങ്ങളും ആചാര്യ പരമ്പര പറഞ്ഞു തരാറുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് പോകണ്ട. നമുക്കിത് രണ്ടിനെയും തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ, ഞാനെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരവും, ഞാനെന്ന് പറയുന്ന സ്ഥൂല ശരീരവും, ഞാനെന്ന് പറയുന്ന മാറ്റം വരാതിരിക്കുന്ന ഒരു സത്യം എന്നിൽ എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും രാധയുടെ ചോദ്യത്തിന് ഉത്തരമായി. പക്ഷെ ഇത്രയും മനസ്സിലായി നമുക്ക്. ഞാൻ എന്ന ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ആ സ്ഥൂല ശരീരമല്ല, ആ സൂക്ഷ്മ ശരീരം മാത്രമല്ല, അതിൽ മറ്റൊരു ശക്തിയോടുണ്ടെന്ന് മനസ്സിലായി. ഇനി രാധയുടെ ചോദ്യം അതാണോ ജീവൻ എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവാണോ ജീവൻ? അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്തുകൊണ്ട്? അത് ജീവനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശരീരം, പിന്നെ ജീവൻ, ഇത് രണ്ടല്ലാതെ വേറെ ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഈ ഓരോ ജീവനും മൂന്ന് ഭാഗങ്ങളായി നമുക്ക് മാറ്റിയാൽ, ഒന്ന് ശരീരം, ഒന്ന് ശരീരത്തിനെ നിലനിർത്തുന്ന ഒരു ശക്തി എന്ന് മനസ്സിലായി. ശരീരം എന്ന് പറയുമ്പോൾ അവിടെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട്. ആ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു ശക്തി ഇല്ലാത്തതെന്നാണ്. ഇതിനെ മറ്റെന്തെങ്കിലും ഒരു ശക്തിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാനുള്ള മാർഗം, നമ്മളൊരു പിച്ചള പാത്രം, ഉദാഹരണം പിച്ചള പാത്രം എടുത്ത് നമ്മൾ വീട്ടിൽ അകത്ത് വെച്ചു, അതെ തൊടുക.
ചൂടെന്ന് പറഞ്ഞേ അതിന് പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ ടെമ്പറേച്ചർ അതിന്. അതെടുത്ത് നല്ല നട്ടുച്ചയ്ക്ക് വെളിയിൽ വെക്കുക. നല്ല ചൂടുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് നല്ല ചൂടാണല്ലോ, വെളിയിൽ വെക്കുക. 1 മണിക്ക് സൂര്യപ്രകാശം നേരെ അത് അടിക്കുക. അപ്പോൾ അത് ചൂടുണ്ടായി. അപ്പോൾ ഈ ആ പിച്ചളപാത്രത്തിന് ചൂടുണ്ട്. എൻ്റെ ചൂട് എന്ന് പിച്ചളപാത്രത്തിന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ പിച്ചളപാത്രത്തിൻ്റെ ചൂടാണോ അത്? സൂര്യപ്രകാശത്തിൻ്റെ ചൂടാണ്. എന്നാൽ സൂര്യപ്രകാശം യഥാർത്ഥത്തിൽ പിച്ചളപാത്രത്തിന് പിച്ചളപാത്രം വന്നു വളരെ സന്തോഷം, ഞാൻ നിനക്ക് ചൂട് തരാം എന്ന് പറഞ്ഞിട്ടാണോ? അല്ല. സൂര്യൻ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു, പിച്ചളപാത്രം അവിടെ വന്നപ്പോൾ ആ പിച്ചളപാത്രത്തിന് ചൂട് വന്നു. സൂര്യൻ്റെ യാതൊരു പ്രവൃത്തിയും അവിടെ ഇല്ല. ഇതുപോലെ ആത്മാവ് ഈ ശരീരത്തിനെ ഇതുപോലെ പിച്ചളപാത്രത്തിന് ചൂട് അനുഭവിച്ചു, അതുപോലെ ആത്മാവ് ഈ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തികൾ തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ഈ സൂക്ഷ്മ ശരീരത്തിന് എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചു? വാസനയുണ്ടെന്ന് പഠിച്ചല്ലേ? ഈ വാസനയ്ക്ക് തന്നെ നിലനിൽക്കാനുള്ള ശക്തിയില്ല. നമ്മൾ പാത്രത്തിന് ചൂട് പറഞ്ഞ പോലെ വാസന എന്ത് ചെയ്യുന്നു? വാസന ഇപ്പോഴും വിട്ടിട്ടില്ല. ആരെയും വിട്ടിട്ടില്ല. നമ്മുടെ സ്ഥൂല ശരീരം വിട്ടു, ഇതിനെ സൂക്ഷ്മ ശരീരത്തിനെയും വിട്ടു, ഈ ആത്മാവിനെയും വിട്ടു, രണ്ടിനെയും വിട്ടു, അതങ്ങ് പോയി. പക്ഷെ സ്ഥൂല ശരീരം വിട്ടിട്ടില്ല. സൂക്ഷ്മ ശരീരം വിട്ടിട്ടില്ല. മനസ്സ് ബുദ്ധി ആയത് വിട്ടിട്ടില്ല. അത് ജഡമാണ് യഥാർത്ഥത്തിൽ. അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അത് എന്തിന്റെ സഹായത്തില്? അത് ആത്മാവിന്റെ സഹായത്തിന് വീണ്ടും പ്രവർത്തിക്കും. ആ ആത്മാവിന്റെ സഹായത്തിന് എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ശരീരം എടുക്കുന്നു. സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ ശക്തിയിൽ വീണ്ടും ഒരു ശരീരം എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുക. വേണമെങ്കിൽ ജീവാത്മാവെന്ന് പറയാം. മനസ്സിലായ? ആ ജീവാത്മാവ് അന്നേരം ഇപ്പൊ ഒരു ശരീരം കിട്ടുന്നിടം വരെ അത് അവിടെ ഇല്ലേ? അതുണ്ട്, എപ്പോഴും ഉണ്ട്. അത് ജീവാത്മാവ് എപ്പോഴും ഉണ്ട്. അത് ശരീരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ സ്ഥൂലശരീരം സൂക്ഷ്മ ശരീരമല്ലേ? സൂക്ഷ്മ ശരീരത്തിന് ഒരു സമയത്തും ജഡമാകുന്നുള്ളത്. അത് സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ ശക്തിയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു ശരീരം ഇമ്മീഡിയറ്റ്, യാതൊരു ചോദ്യം, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുക്കുമോ? ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് എടുക്കുന്നത്, ശരീരം എടുക്കുന്നത് അറിയുന്നില്ല. എടുക്കുന്നതിന് പറയാ സൂക്ഷ്മ ശരീരം കിട്ടുന്നതാണ് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ ശരീരം അതിന് ശക്തിയുണ്ട്, അതിന് വാസന നശിക്കുന്നില്ല. അത് ആത്മാവിന്റെ ആശ്രയത്തിൽ, ആത്മാവിന്റെ ആത്മാവ് ജീവനും രണ്ടാണ്. ആത്മാവിനും ജീവനും രണ്ടാണ് അന്നേരം. ആത്മാവും ജീവനും രണ്ടാണ്. ജീവൻ എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ സഹായത്തിൽ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഉള്ള ശക്തി ആത്മാവിന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ രണ്ടാമത് അവിടെ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിച്ചളപാത്രത്തിൽ സൂര്യനുണ്ടോ, ചൂടുണ്ടോ? അതുകൊണ്ടാണ് ആത്മാവ് അതുപോലെ ആത്മാവ് ഇല്ല. ആത്മാവിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ്. അപ്പൊ ആത്മാവ് എപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ ആത്മാവാണോ? ജീവനല്ല, ആത്മാവല്ല. അത് സാക്ഷിഭാവത്തിൽ എല്ലാ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവൻ എന്ന് പറയുന്നത് അതാണ്. ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിന്റെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരത്തിനെയാണ് ജീവൻ എന്ന് പറയുക. അവിടെ ആത്മാവിന്റെ ശക്തിയാൽ തന്നെയാണ് പ്രവർത്തിക്കുക കേട്ടോ. ആത്മാവിന്റെ ശക്തിയാണ്. എന്ത് സംഭവിക്കുന്നു എന്നോ? ഇപ്പം എന്താണ് മോക്ഷം? ഈ സൂക്ഷ്മ ശരീരം നശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അവിടെ ആത്മാവിന്റെ ശക്തിയുടെ ആവശ്യം എന്താ? സൂക്ഷ്മ ശരീരമേ നശിച്ചു, വാസനയെ നശിച്ചു. അങ്ങനെ ഈ ആത്മാവ് മറ്റു യാതൊരു ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മറ്റൊരു പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ല. അപ്പൊ ജീവൻ മുക്തനാകുന്നു. വാസനയും മനസ്സും കൂടെ കൂടി വെളിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായല്ലേ? മനസ്സിലായി. വേറെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഇത് ആത്മാവ് നമ്മൾ പറഞ്ഞ സൂക്ഷ്മ ശരീരം, ആത്മാവ് എത്ര അതുവരെ കാത്തിരിക്കുമോ? ഒരു ശരീരം കിട്ടുന്നവരെ കാത്തിരിക്കുമോ?
ആത്മാവിടെ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പൊ ജീ സൂര്യൻ ജീവാത്മാവാണ്. കാത്തിരിക്കുന്നുണ്ടോ? നമ്മള് പിച്ചള പാത്രം കൊണ്ടുവെക്കാനായിട്ട് സൂര്യൻ ഇല്ല 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 അത് ശരിയാ. സൂര്യൻ ഉദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് ശരിയാ. എപ്പോഴും ഏത് സമയത്ത് ഈ സൂക്ഷ്മ ശരീരം മനസ്സിലാക്കുന്നു, ഞാൻ ഈ ഞാൻ യഥാർത്ഥത്തിൽ അല്ല, ഞാൻ ശരീര മനോബുദ്ധികളല്ല, ഇത് വെറും നശ്വരമായ ഒരു ചിന്ത മാത്രമാണ് എന്നുള്ളത് ആത്മജ്ഞാനത്തോടു കൂടി നശിക്കുന്നു. അതാണ് നവത്ര സൂര്യം. അതുവരെ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വാസനയ്ക്കനുസരിച്ച് ശരീരം എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ.